നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന എക്സാം ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് മാസം മുതലാണ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പോൾ PSC ഒഫീഷ്യലായിട്ട് അവരുടെ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറാണ് ആദ്യം തന്നെ വരുന്നത് മെയ് മാസത്തിൽ. എന്നാണ് ഡേറ്റ് വരുന്നത് 17/5/2025 അതായത് മെയ് മാസം 17-ാം തീയതിയാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ആണ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 4 ദിവസം കഴിഞ്ഞാൽ എന്താണ് സെക്രട്ടേറിയറ്റ് OA വരുന്നത്. അതെന്നാണ് 21/5/2025. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കായിരിക്കും ഇതിൻ്റെ മെയിൻ എക്സാം വരുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ ഒറ്റ പരീക്ഷയാണ് പ്രിലിംസ് ഒന്നുമില്ല, ഈ ഒരു ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ സെക്രട്ടേറിയറ്റ് OA നമ്മളിലെ ഓൾറെഡി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കായിരിക്കും ഈ ഒരു മെയിൻ എക്സാം എഴുതാനുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരുന്നത് 21/5/2025. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രിലിംസുകൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഇത് രണ്ടും ഒരേ ഡേറ്റ് തന്നെയാണ് വരുന്നത്. 24/5/2025 അതായത് മെയ് മാസത്തിൽ തന്നെയാണ്, 24-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല എക്സാമുകളുടെ ഡേറ്റുകൾ തമ്മിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 3 മന്ത് സ്റ്റഡി സ്ട്രാറ്റജി ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്ത് ഡേ 1 മുതൽ ഓർഡറിൽ പഠിച്ചു വന്നോളാം. കൃത്യമായിട്ട് ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. PSCയുടെ ഹോട്ട് ടോപ്പിക്സ് മൊത്തമായിട്ട് നമ്മൾ ഇതിലൂടെ കവർ ചെയ്ത് പോകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം വീക്ക്ലി എക്സാം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ 15 ദിവസം കൂടുമ്പോഴും ഒരു എക്സാം കൊടുക്കുന്നുണ്ട്. പിന്നീട് മന്ത്ലി എക്സാം ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ടെലഗ്രാം ചാനൽ വഴിയാണ് നൽകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് നിങ്ങളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക. നമുക്ക് എക്സാം ഏകദേശം മെയിൻ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് കൃത്യമായ പഠനത്തിലൂടെ നമുക്ക് നല്ലൊരു റാങ്ക് നേടാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ചാനലിൽ പ്ലേലിസ്റ്റിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മൊഡ്യൂൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വന്നോളാം. നിങ്ങൾക്ക് അറിയാമല്ലോ സിവിൽ എക്സൈസ് ഓഫീസർ 20 മാർക്കാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 20-ൽ 15 മാർക്കൊക്കെ ഷുവറായിട്ട് നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഓർഡറിൽ പഠിച്ചു വന്നോളാം. നല്ലൊരു റാങ്ക് ഈ ഒരു 2025 നല്ലൊരു റാങ്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ ഒരു ജോലിയിലേക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്